എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പി അശോക്, ശാന്തി യോഗ നേച്ചർ ലിവിംഗ് സെന്റർ മേപ്പയ്യൂർ. ജീവിതശൈലി രോഗ നിവാരണ രംഗത്ത് കഴിഞ്ഞ 21 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത് ഒരു പ്രധാന രോഗം പ്രമേഹമാണ്. നമുക്കറിയാം, ഇന്ന് കേരളം പ്രമേഹത്തിന്റെ ഈറ്റില്ലമാണെന്ന് പറയാം. എന്താണ് ഈ പ്രമേഹം? അതേ പേർക്കും നമുക്കറിയാം, പ്രമേഹത്തിന് ഗുളിക കഴിക്കുന്നു, ഇൻസുലിൻ കഴിക്കുന്നു, എടുക്കുന്നു. എന്താണ് ഈ പ്രമേഹം എന്നവർ തിരിച്ചറിയുന്നില്ല. അതിൽ എന്തുകൊണ്ട് ഞാനൊരു പ്രമേഹ രോഗിയായി? നിർബന്ധം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ എന്തുകൊണ്ട് പ്രമേഹ രോഗിയായി? നമുക്ക് ഗുളിക കഴിക്കാം, നമുക്ക് ഇൻസുലിൻ എടുക്കാം. എന്തുകൊണ്ട് എനിക്ക് പ്രമേഹം വന്നു? അത് ഓരോ രോഗിയും കണ്ടെത്തേണ്ടതാണ്. ഇവിടെ നമുക്കറിയാം, 100 രോഗികൾ വന്നാൽ 100 കാരണമാണ്. അവിടെ കണ്ടെത്തുകയാണ് അവരെന്തുകൊണ്ട് രോഗത്തിലേക്ക് പോയി, എന്താണ് അവരുടെ അടിസ്ഥാനപരമായ കാരണം. ആ പാൻക്രിയാസിന് പ്രവർത്തന വൈകല്യം വരാൻ എന്താണ് കാരണം? നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ 2 തരം പ്രമേഹം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന് ടൈപ്പ് 1 പ്രമേഹമാണ്. ഏകദേശം 1%, 1% മാത്രമേ നമുക്കറിയാം ഇന്ന് ടൈപ്പ് 1 പ്രമേഹമുള്ളൂ. അത് ബൈ ബർത്തായിട്ട് ജന്മന ഉണ്ടാകുന്ന പ്രവർത്തന വൈകല്യമാണ്, ഹെറിഡിറ്ററി എന്ന് പറയാം നമുക്ക്. രണ്ടാമത് 99% നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന മാറ്റമാണ്. നമുക്കറിയാം, ഏകദേശം 64 ലക്ഷം പേർ ഗുളിക കഴിക്കുന്നു, ഏകദേശം 64 ലക്ഷം പേർ ഇൻസുലിൻ എടുക്കുന്നു. 1,28,00,000 ഇന്ന് കേരളം പ്രമേഹ രോഗികളാണ്. ഒരു പ്രമേഹം വന്നു കഴിഞ്ഞാൽ ആ ശരീരം ക്രമേണ രോഗത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, നമുക്ക് കിട്ടേണ്ട ഊർജ്ജം കിട്ടാതെ വരുമ്പോൾ പല ഓർഗൻസുകളും പ്രവർത്തന വൈകല്യം കാണിക്കാൻ തുടങ്ങുന്നു. ക്രമേണ ആ ശരീരം ഓരോ രോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് എങ്ങനെ മുക്തി നേടാം? അതാണ് നമ്മുടെ പ്രധാന വിഷയം. യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ ഈ പ്രമേഹം നമുക്ക് എങ്ങനെ മുക്തരാകാം, പുറത്തു കടക്കാം. കഴിഞ്ഞ 21 വർഷമായിട്ട് ഞങ്ങൾ ഈ മേഖലയിൽ സുത്യർഹമായൊരു സേവനം കാഴ്ചവെക്കുന്നുണ്ട്. അവരുടെ ഗുളിക കുറച്ചെടുക്കാനും അതുപോലെ തന്നെ അവരുടെ ഇൻസുലിൻ ഘട്ടം ഘട്ടമായിട്ട്, രോഗിയുടെ പ്രായം, രോഗത്തിന്റെ കാലയളവ് അനുസരിച്ച് ആ പ്രമേഹ രോഗിയെ ഘട്ടം ഘട്ടമായ രോഗത്തിന് പുറത്തു കടത്തുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം. രോഗിയുടെ പ്രായം, രോഗത്തിന്റെ കാലയളവ് അനുസരിച്ച് ഒരു 4-6 മാസം കൊണ്ട് നമുക്ക് പരിപൂർണമായിട്ട് രോഗത്തെ മുക്തമാക്കിയെടുക്കാൻ കഴിയും. യാതൊരു പാർശ്വഫലങ്ങളില്ലാതെ രോഗിയെ മുക്തമാക്കിയെടുക്കാൻ കഴിയുന്നു. നമുക്കറിയാം, തെറ്റായ ഭക്ഷണങ്ങളുടെ ആധിക്യം, നെഗറ്റീവ് ഫുഡുകളുടെ ആധിക്യം, വ്യായാമരാഹിത്യം, വ്യായാമമില്ലാത്തൊരു ജീവിത രീതി, സംഘർഷമായ ജീവിതം, പല കാരണത്താൽ നമ്മുടെ സംഘർഷഭരിതമാണ്. അതുപോലെ നെഗറ്റീവ് ഫുഡുകളുടെ ആധിക്യം, രാത്രിയുള്ള വൈകിയ ഭക്ഷണം, ഇത്ര പ്രധാനപ്പെട്ട കാരണമാണ് ഇന്ന് കേരളം പ്രമേഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാത്രി ഏവരും വൈകിയാണ് ഭക്ഷണം കഴിക്കുന്നത്. രാത്രി നമുക്ക് 7 മണിക്ക് ഭക്ഷണം കഴിച്ച് 3 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ ആ ബോഡിക്ക് റെസ്റ്റ് കിട്ടുന്നുള്ളൂ. അധിക പേരും രാത്രി 10 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ദഹിപ്പിക്കാൻ വേണ്ടി വയറിലേക്ക് വരികയാണ്. അവർക്ക് നല്ല ഉറക്കം വരുന്നു, അവർ കിടന്നുറങ്ങുന്നു. ഏകദേശം 6 മണിക്കൂറോളം നമുക്കറിയാം രാത്രി സൂര്യനില്ലാത്തതുകൊണ്ട് ദഹന പ്രക്രിയ തടസ്സപ്പെടുകയാണ്. ആ ബോഡിക്ക് റെസ്റ്റ് കിട്ടാത്തൊരവസ്ഥയാണ്. നിങ്ങൾ ഈ യോഗ നേച്ചർ ലിവിംഗ് സെന്റർ ചെയ്യുന്നത്, ഒന്ന് അവരുടെ ബോഡിയെ സർവീസ് ചെയ്യാണ്. നിലവിൽ മാലിന്യമായ ആ ബ്ലഡിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രഥമ കർത്തവ്യം. നമുക്കറിയാം, അവരുടെ ബോഡിയിൽ അജനോമോട്ടോ, യൂറിക് ആസിഡ് ഉൾപ്പെടെയുള്ള അവരുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ഉദ്ദേശം. ഒരു കാരണം, നമ്മൾ എങ്ങനെയാണോ ഷാമ്പൂട്ട് കഴുകി വൃത്തിയാക്കുന്നത്, ആ രീതിയിൽ ആ ശരീരത്തെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ള ആദ്യത്തെ ഡ്യൂട്ടി. അതിന് 12 ദിവസം നമ്മൾ അവിടെ IP ഇടുകയാണ്. ഈ IP യിൽ നമുക്കറിയാം 3 മണിക്കൂർ യോഗ തെറാപ്പിയാണ്. രാവിലെ 1.5 മണിക്കൂർ, വൈകിട്ട് 1.5 മണിക്കൂർ യോഗ തെറാപ്പി. അതുകൂടെ പോസിറ്റീവായ ഫുഡുകളുടെ ആധിക്യം കൊടുക്കുകയാണ്. കൂടുതലായിട്ട് നമുക്ക് നെഗറ്റീവ് ഫുഡുകൾ ഒഴിവാക്കിക്കൊണ്ടൊരു ഭക്ഷണ രീതി, ശരിയായ പ്രോപ്പർ ഡയറ്റ്, പിന്നെ പ്രോപ്പർ ബ്രീത്തിങ് ആണ്. ഓക്സിജന്റെ അളവ് കറക്റ്റായാൽ മാത്രമേ നമുക്ക് ഏതൊരു അവയവങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയൂ. ഓരോ ബ്രീത്തിങ്ങിന്റെ അളവ്, അതായത് ബ്രീത്തിങ്ങിന്റെ അളവ് കൂട്ടി ബോഡിയിൽ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ള രണ്ടാമത്തെ ദൗത്യം. അത് കഴിഞ്ഞ് മാലിന്യങ്ങളെ കളയുക എന്നുള്ളതാണ് മൂന്നാമത്തെ ദൗത്യം. അങ്ങനെ ബോഡി ശുദ്ധീകരിച്ച് നമ്മുടെ ബ്ലഡിന്റെ അവസ്ഥ, ഈ ക്ഷാരഗുണം, അമ്ലഗുണം, ക്ഷാരഗുണം 80%, അമ്ലഗുണം 20%ആണ് വേണ്ടത്. ആ ബ്ലഡിന്റെ അവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് ആ ഭക്ഷണ രീതിയിൽ അവിടെ നമ്മുടെ ഹെർബൽ സപ്ലിമെന്റ് കഴിക്കുകയാണ്. നമ്മുടെ യോഗ അനുഷ്ഠിച്ചുകൊണ്ട്, പ്രാണായാമം അനുഷ്ഠിച്ചുകൊണ്ട്, മെഡിറ്റേഷൻ അനുഷ്ഠിച്ചുകൊണ്ട്, ശരിയായ ഭക്ഷണ ക്രമീകരണം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ രോഗത്തിന് പുറത്തു കിടക്കാനുള്ള സംവിധാനമാണ്. അതിന് സപ്പോർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്, നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ് നമുക്കൊരു ലാബ് ഇവിടെയുണ്ട്. ആ ലാബിന്റെ പേര് CFTRI എന്നുള്ളതാണ്, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്.
നമുക്കറിയാം ലോകത്തുള്ള രാജ്യങ്ങൾ അംഗീകരിച്ച ലാബാണ്. യാതൊരു പാർശ്വഫലങ്ങളില്ലാത്ത സപ്ലിമെന്റുകൾക്ക് അവർ പെർമിഷൻ കൊടുക്കുന്നു. അത്തരം സപ്ലിമെന്റുകളാണ് രോഗികൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് നമുക്കറിയാം ലിവറിന്റെ ഫംഗ്ഷനാണ് ഓക്കെ ആവേണ്ടത്. ലിവറിന്റെ ഭൂരിപക്ഷം രോഗികൾക്കും ലിവർ ഫാറ്റി ആയിരിക്കും. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, മദ്യം കഴിക്കാത്ത ഫാറ്റി ലിവർ, സ്ത്രീകൾക്ക് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ആ ലിവറിന്റെ പ്രവർത്തനം ശരിയാക്കി എടുക്കുക എന്നുള്ള ആദ്യത്തെ നമ്മുടെ ദൗത്യം. ഒന്ന്, അതിന് ഉപയോഗിക്കുന്നത് കിഴാർ നെല്ലി. നമുക്കറിയാം ഭൂമിയിൽ ഒരേ പ്രോഡക്റ്റാണ് നമ്മളെ കരളിന് ആവശ്യമായിട്ടുള്ളത്, കിഴാർ നെല്ലിയാണ്. അതിന് ആ കിഴാർ നെല്ലിയിൽ നിന്ന് കരളിന് വേണ്ട മോളിക്കൂൾ എന്താണോ അത് വേർതിരിച്ചെടുക്കാനുള്ള സമയം നിലവിൽ നമുക്കുണ്ട്. അത് അമേരിക്കയാണ് ഇത്ര മെഷീനുകൾ നമുക്ക് ഇന്ത്യയിൽ കൊടുക്കുന്നത്. ഏകദേശം 15 കോടിയോളം വിലയുള്ള മെഷീനുകൾ കൊടുത്ത് നാനോ ടെക്നോളജി കൂടെ ആ കിഴാറിനുള്ള മോളിക്കൂൾ, ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്, ഇറ്റ് ഈസ് നോട്ട് എ മെഡിസിൻ. ഏത് മെഡിസിനും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അലോപ്പതിയാണോ ആയുർവേദമാണോ ഹോമിയോ ആണോ അവലംബിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട് മെഡിസിൻ അവർ ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. രണ്ടാമത്, നമ്മളെ പാൻഗ്യാസിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ട ഒരു ഫുഡ് സപ്ലിമെന്റുകളാണ്. നമുക്കറിയാം, നമ്മൾ ഭൂമിയിൽ നമുക്ക് ഓരോ ഓർഗനും ബേസ്ഡായ ഫുഡുകൾ നമുക്കുണ്ട്. നമ്മൾ കിഡ്നി എന്ന് കേൾക്കും നമ്മൾ ഓർക്കേണ്ടത് കുരുമുളക് തന്നെയാണ്. കുരുമുളകിൻ്റെ ബയോ പെപ്പർ മാത്രമേ കിഡ്നിയെ നോർമൽ ചെയ്യാനുള്ളൂ. പിന്നെ ഓരോ ഓർഗൻ ബേസ്ഡ് ഫുഡുകൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെ പാട്ടൊക്കെ നമ്മൾ 64 GB 90 സിനിമയും 600 പാട്ടുമെല്ലാം കയറ്റി വെക്കും പോലെ നാനോ ടെക്നോളജി അവൈലബിൾ ആണ്. ഇത്തരം ഫുഡുകളിൽ നിന്നും നമ്മൾ ഓരോ ഓർഗന് വേണ്ട മോളിക്കൂൾ വെറുതെ എടുക്കുന്ന സമയം നിലവിലുണ്ട്. അങ്ങനെ ലിവറിന് ഓക്കെയാക്കിയതിനു ശേഷം പിന്നെ പ്രവർത്തനം, അതായത് പാൻഗ്യാസിന്റെ പ്രവർത്തന വൈകല്യം ഒഴിവാക്കാനുള്ള സപ്ലിമെന്റുകളാണ്. അതിൽ നമുക്കറിയാം, ഇന്നൊരു ഈ ചെടി നമ്മുടെ മുമ്പിലുണ്ട്. ആ ചെടിയുടെ ഇല കഴിച്ചാൽ നമുക്ക് മധുരം ഫീൽ ചെയ്യില്ല. ആ ഇലയിൽ നിന്ന് എടുക്കുന്ന ഒരു സപ്ലിമെന്റാണ് ഒന്ന് കൊടുക്കുന്നത്. അങ്ങനെ ആ പാൻഗ്യാസിനെ ഉത്തേജിപ്പിക്കാനുള്ള 3-4 സപ്ലിമെന്റുകൾ ഡയറ്റ് കൺട്രോളിൽ കഴിക്കുക എന്നുള്ളതാണ്. രാത്രി 7 മണിയുടെ മുമ്പേ കഴിക്കണം. രാത്രി കാർബോഹൈഡ്രേറ്റ് പാടില്ല, ചോറ് പാടില്ല. പിന്നെ അവിടെ പുളിയുള്ള മദ്യം, നമ്മുടെ ബോഡിക്ക് കുറച്ച് മദ്യം ആവശ്യമാണ്. അത് പുളിയുള്ള പഴങ്ങളിൽ നമുക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ പുളിയുള്ള പഴങ്ങൾ കഴിച്ചുകൊണ്ട് ബ്ലഡിനെ നേർപ്പിച്ചെടുക്കുകയാണ്. അതേപോലെ ബ്ലഡ് കട്ടിയായിരിക്കും. അതേപോലെ എക്കോസ്ട്രോ എന്നൊരു ഗുളികയിലേക്ക് കഴിക്കുന്ന അവസ്ഥയിലാണ് എത്തുന്നത്. ആ ബ്ലഡിനെ നേർപ്പിച്ചെടുത്തുകൊണ്ട് ആ പാൻഗ്യാസിന് വേണ്ട രക്തം, അതായത് ബ്ലഡ് സർക്കുലേഷൻ ഓക്കെ ആക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു ഘടകം. അവിടെ ബോഡിയുടെ അത് രക്തചംക്രമണ വ്യവസ്ഥ പരിപൂർണതയിൽ കൊണ്ടുവരികയാണ്. ആ ബോഡിയുടെ ഓക്സിജൻ അളവ് ലെവൽ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് തന്റെ പാൻഗ്യാസിന്റെ പ്രവർത്തന വൈകല്യത്തെ മറികടന്നുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് അവർ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം. നമുക്കറിയാം, ഒരു കാർ നമ്മൾക്ക് തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പ് കാണിച്ച് എങ്ങനെയാണോ കാറിന്റെ അറ്റകുറ്റ പണി നടത്ത കാറിനെ പുതുതായിട്ട് എടുക്കുന്നത്, അതേ രീതിയിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. അതിനവിടെ വേണ്ടത് പ്രോപ്പർ ഡയറ്റാണ്, ശരിയായ ഭക്ഷണ ക്രമീകരണം, പ്രോപ്പർ എക്സസൈസ്, മെയിൻ യോഗയാണ്, യോഗ തെറാപ്പിയാണ്, പിന്നെ പ്രോപ്പർ ബ്രീത്തിങ് ആണ്. നമ്മുടെ ഓക്സിജൻ ലഘൂകരിക്കാൻ വേണ്ട പ്രാണായാമങ്ങൾ ടെക്നിക്കുകളാണ്. പിന്നെ പ്രോപ്പർ റിലാക്സേഷൻ, ആ രോഗി 6 മണിക്കൂർ സ്വപ്നം കണ്ടുറങ്ങാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതോടുകൂടി തൻ്റെ ഏത് ഓർഗനാണോ തയ്യാറായി കിടക്കുന്നത് ആ ഓർഗനെ ക്രമേണ അതിൻ്റെ രോഗത്തിൽ നിന്ന് മുക്തനാക്കി എടുക്കുക എന്നുള്ളതാണ്. രോഗിയുടെ പ്രായം, രോഗത്തിൻ്റെ കാലയളവ് അനുസരിച്ച് 4 to 6 മാസം ഈ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ആ രോഗി ആ രോഗത്തിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. അവർ ചോദിക്കുക, എൻ്റെ ഇൻസുലിനൊക്കെ നിന്ന് കഴിഞ്ഞു, ഈ രണ്ടാമത് ഇനി ഇൻസുലിൻ എടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുമോ? നിങ്ങൾ തെറ്റായ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് മനസ്സിലാക്കിയ സിസ്റ്റം, അതായത് രാത്രി വൈകിയ ഭക്ഷണം, ജഗ് ഫുഡോടെ ആധിക്യം, അതൊക്കെ രണ്ടാമത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഏതൊരു ഓർഗനും താളം തെറ്റുകയുള്ളൂ. ആ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. രോഗം മാറിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും ഉപവാസം എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബോഡിയിലേക്ക് ഇരിക്കുന്ന അന്യ വസ്തുക്കളെ പുറന്തള്ളുക എന്നുള്ള ഉപവാസമാണ്. ഒരു ദിവസം നമ്മൾ ജ്യൂസ് തെറാപ്പിയാണ്. 1 day ഫാസ്റ്റിംഗ് വിത്ത് ജ്യൂസ് പെർ മന്ത് രോഗി അനുഷ്ഠിക്കുകയാണ്. എല്ലാ മാസവും ഒരു ജ്യൂസിൽ ഉപവസിക്കുകയാണ്. നമുക്കറിയാവുന്ന പ്രമേഹം എന്ന് കേട്ടുകഴിഞ്ഞാൽ അധികപേരും പഴങ്ങൾ ഒഴിവാക്കുകയാണ് പരിപൂർണമായിട്ട്. ഈ പഴവും പ്രമേഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇൻസുലിൻ കൂടിയെടുക്കുന്ന അവസരത്തിൽ കൂടുതൽ പഴങ്ങളെ കഴിക്കാൻ അനുവദിക്കില്ല. ആ ഷുഗറിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ്. നമുക്കറിയാം, ചെറിയ തോതിലൊക്കെയാണ് നിങ്ങൾ പ്രമേഹമുള്ള നിർബന്ധത്തിന് പുളിയുള്ള പഴങ്ങൾ കഴിക്കണം. നമുക്കറിയാം, ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് കഴിക്കേണ്ട ഒരു ഫുഡാണ് പഴങ്ങൾ. ഇതൊരിക്കലും ഫുഡിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ പഴങ്ങൾ എപ്പോഴും ഭക്ഷണത്തിൻ്റെ അരമണിക്കൂർ മുമ്പോ 2.5 മണിക്കൂറേ കഴിഞ്ഞിട്ടേ. അതാണ് നമ്മുടെ പ്രോപ്പർ ഡയറ്റ് സിസ്റ്റം. അത് വിശദമായ ഒരു സെക്ഷനാണ് വാട്ട് ഈസ് യുവർ പ്രോപ്പർ ഡയറ്റ്. ഒന്ന് പ്രോപ്പർ ഡയറ്റ്, ഒന്ന് പ്രോപ്പർ എക്സസൈസ്, ഒന്ന് പ്രോപ്പർ ബ്രീത്തിങ് ആൻഡ് പ്രോപ്പർ റിലാക്സേഷൻ. 4 കാര്യം അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ ഹെർബൽ സപ്ലിമെൻ്റ് കൊടുത്തുകൊണ്ട് ഏതൊരു പ്രമേഹ രോഗിയെ നമുക്ക് പരിപൂർണമായിട്ട് മുക്തമാക്കാൻ കഴിയും. ഞങ്ങൾ 23 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും
ഈ പ്രമേയത്തിന് പുറത്തു കിടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.